നാവെടുത്താൽ വി ഡി സതീശൻ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തി നടക്കുന്നത് എന്തിനാണ്? നമ്മൾ ചിന്തിക്കേണ്ട കാര്യമാണ്. കേരളം അപ്രാപ്യമാണെന്ന് മുടിഞ്ഞു പോകട്ടെ എന്ന് സതീശൻ കരുതുന്നുണ്ടോ? കേരളത്തിലെ പ്രാഥമിക ആരോഗ്യ കേന്ദ്രങ്ങൾക്ക് മുഴുവൻ ആയുഷ്മാൻ ആരോഗ്യ മന്ദിർ എന്ന് പേരിട്ട് മോദിയുടെ പടം ഒട്ടിച്ചാലേ ഹെൽത്ത് ഗ്രാൻഡ് തരൂ എന്ന നാലാംകിട രീതി BJP സർക്കാർ സ്വീകരിച്ചപ്പോൾ സതീശനും കോൺഗ്രസും കമാന്നും മിണ്ടാത്തതെന്താ? റേഷൻ കടകളിൽ മോദിയുടെ പടം വെച്ച് ബാനർ കെട്ടണമെന്നും സെൽഫി പോയിന്റ് സ്ഥാപിക്കണമെന്നും പറഞ്ഞപ്പോൾ എന്തേ സതീശൻ കേട്ടമട്ട് ഭാവിക്കാഞ്ഞത്? കേരളത്തിന് അവകാശപ്പെട്ട വായ്പ കിട്ടണമെങ്കിൽ നിങ്ങൾ കോടതി കേസ് പിൻവലിക്കണമെന്ന് കേട്ടുകേഴ്വിയില്ലാത്ത വർത്തമാനം പറഞ്ഞപ്പോൾ സതീശൻ എവിടെയായിരുന്നു? ഇവിടുത്തെ സകല സർവകലാശാലകളിലും RSS നോമിനികളെ പ്രതിഷ്ഠിക്കാൻ സംഘി ഗവർണർക്ക് സതീശൻ ചൂട്ടുപിടിക്കുന്നത് എന്തിനാണ്? നിയമസഭ പാസാക്കിയ ബില്ലുകൾ നിയമസഭയുടെ സ്വത്തല്ലേ? നിയമസഭയുടെ സൃഷ്ടിയായ ബില്ലുകൾ വളഞ്ഞ വഴിയിൽ RSS സർക്കാർ അട്ടിമറിക്കുമ്പോൾ സതീശൻ അതിന് ഓശാന പാടുന്നത് എന്തിനാണ്? വരൾച്ച നേരിടുന്നതിനുള്ള പണം നൽകാത്തതിനെതിരെ കർണാടക സർക്കാർ BJP സർക്കാരിനെ സുപ്രീം കോടതി കയറ്റിയത് സതീശൻ അറിഞ്ഞോ? കേരളത്തിൻ്റെ അവകാശങ്ങൾക്കായി കേസ് കൊടുക്കുന്നതിനെ സുരേന്ദ്രനെ പോലെ സതീശൻ എതിർക്കുന്നത് എന്തിനാണ്? RSSൻ്റെ B ടീമായി കോൺഗ്രസിനെ അധപതിപ്പിച്ച ആളായി സതീശനെ ചരിത്രം വിലയിരുത്തും. ഈ സംശയങ്ങൾക്കൊക്കെ സതീശൻ ഇന്നല്ലെങ്കിൽ നാളെ കേരള ജനതയോട്, കേരള സമൂഹത്തോട് മറുപടി പറഞ്ഞേ പറ്റൂ. ഇല്ലെങ്കിൽ ത്രിപുരയിൽ പോലെ, ഗുജറാത്തിലെ പോലെ, മഹാരാഷ്ട്രയിലെ പോലെ പ്രതിപക്ഷ നേതാക്കൾ BJPയിൽ പോയതുപോലെ ഇവിടെ സതീശനും അങ്ങനെ വല്ല പ്ലാനുമുണ്ടോ? ഓരോ സാധാരണ പ്രവർത്തകൻ്റെയും ഉള്ളിലെ സംശയമാണ്. സംശയം കൊണ്ട് ചോദിച്ചു പോയതാണ്. സതീശൻ്റെ സന്തത സഹചാരികളൊക്കെ BJPയിലേക്ക് കൂടുമാറി. അതായത് കോൺഗ്രസിലെ I ഗ്രൂപ്പുകാരാണ് കൂടുതലും അങ്ങോട്ട് പോയത്. അവരൊക്കെ സതീശൻ്റെ അറിവോടുകൂടിയാണോ പോയത്? ഒരു സംശയമാണ്. ഒന്ന് ആലോചിച്ച് നോക്ക്. BJPയിൽ ചേക്കേറിയ കോൺഗ്രസ്സുകാരെല്ലാം I ഗ്രൂപ്പുകാരാണ് അല്ലേ? ഇനി പോകാൻ നിൽക്കുന്നവരും I ഗ്രൂപ്പുകാരാണ്. അതുകൊണ്ടുള്ള സംശയമാണ്. മുൻ MPയും മുൻ മന്ത്രിയും KPCC വൈസ് പ്രസിഡൻറ്റുമെല്ലാം കരുണാകര ഗ്രൂപ്പുകാരാണ്, മനസാക്ഷി സൂക്ഷിപ്പുകാരുമാണ്.